പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ മുദ്രാവാക്യം വിളിക്കുന്ന പോലെ പറഞ്ഞാൽ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, ഞങ്ങളുടെ പ്രിയരാം സോദരരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, ഒമാൻ എന്നൊരു ദേശത്ത് അറബികളുള്ളൊരു നാട്ടിലേക്ക് ഭക്ഷണമെല്ലാം കയറ്റി അയക്കാൻ ഹലാലായത് നൽകാമെന്ന് വാഗ്ദാനം നൽകിയ സർക്കാരെ, പിൻവലിക്കൂ സർക്കാരെ, പിൻവലിക്കൂ സർക്കാരെ. പുതിയ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. എന്താ സംഗതി എന്നറിയോ? ഒമാൻ എന്ന് പറയുന്ന ഒരു അറബി രാജ്യത്തോട് ഹലാൽ ഭക്ഷണം, ബീഫ് അടക്കമുള്ളവ പൂർണ്ണമായും തന്നുകൊള്ളാമെന്നും അതിന് നികുതി ഒഴിവാക്കണമെന്നും അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങൾ ചേർന്ന് ഒരു വ്യാപാര കരാറുണ്ടാക്കിയിരുന്നു. ആ കരാറിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് RV ബാബു ഓടിവായോ, ശശികല ടീച്ചർ ഓടിവായോ, TG മോഹൻദാസ് ഓടിവായോ, പിന്നെ ആരെല്ലാം ഓടി വരാനുണ്ടോ എല്ലാവരും ഓടിവായോ 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 എന്ന് വിളിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. സംഗതി എന്താണെന്നറിയോ? അതായത് കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് സിപ്പ എന്ന് പറയുന്ന ഒരു കരാറിൽ നമ്മുടെ രാജ്യവും ഒമാനും തമ്മിൽ ഒപ്പുവെച്ചു. ആ കരാർ ഇന്ന് മുതൽ നിലവിൽ വരികയാണ്. ഒരുപാട് അഭ്യർത്ഥനകളും ആലോചനകളും ചർച്ചകളും ഒക്കെ നടത്തി ഏറ്റവും ഒടുവിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി ശ്രീ പീയൂഷ് ഗോയലും വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫും ഒമാൻ്റെ മന്ത്രിയാണ്. ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടാക്കിയ ധാരണപ്രകാരമാണ് ഈ കരാർ നിലവിൽ വന്നിരിക്കുന്നത്. ഈ കരാറിനെക്കുറിച്ച് ഞാൻ മുദ്രാവാക്യം വിളിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഹലാൽ വിൽക്കരുത്, ഹലാൽ കടകളിൽ കാണരുത്, ഹലാൽ കടകളിൽ കണ്ടാൽ ഞങ്ങൾ നിക്കറൂരി തലയിലിടും, മുണ്ടുരിഞ്ഞ് തലയെ കെട്ടും, കോണകമൂരി കഴുത്തിലിടും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന വളരെ വിദ്വേഷികളായ കുറച്ച് സംഘികളുണ്ട്. അവരോട് പറയാനാണ്, പറ്റുമെങ്കിൽ ഈ അനീതിക്കെതിരെ നിങ്ങൾ പോരാടണം. എന്താ സംഗതി എന്നറിയോ? ഇതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ, ഇവിടെ നിന്ന് ഹലാൽ സർട്ടിഫിക്കേഷൻ നടത്തി മുഴുവൻ കയറ്റുമതിയും നടത്തും. അങ്ങനെ നടത്തുന്നതുകൊണ്ട് ഈ രാജ്യത്തുനിന്ന് കയറ്റി അയക്കുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും ഇനി ഒമാനിൽ നികുതിയില്ല. സംഗതി ട്രംപിനെ കെട്ടിപ്പിടിക്കുകയും പോയി ഫാദർലാൻഡ് ആണെന്നും പറഞ്ഞ് നെതന്യാഹുവിനെ മുത്തം വെക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിലും ഞണ്ണാൻ എന്തെങ്കിലും കിട്ടുന്നത് അറബി രാജ്യങ്ങളുമായുള്ള ബന്ധത്തിലൂടെയാണ്. അത് മറന്നു പോരുത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പോവുക? ഹലാൽ ബീഫ് കയറ്റി അയക്കാൻ പോകുന്നു. ഒമാനിലേക്ക് ഈ 1-ാം തീയതി മുതൽ കയറ്റി അയക്കാൻ പോകുന്ന ആ രാജ്യം സ്വീകരിക്കുന്ന ബീഫ് എന്ന് പറയുന്നത് 94% നമ്മുടെ രാജ്യത്തു നിന്നുള്ള ബീഫായിരിക്കും. ആ ബീഫെല്ലാം ഹലാലായിരിക്കും. എന്ന് വെച്ചാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞ് ഓതി അറുക്കുന്ന ബീഫായിരിക്കും. അതിന് സാക്ഷി ഉണ്ടാവും, ആ സർട്ടിഫിക്കേഷൻ ഏജൻസിന് പരിശോധനയുണ്ടാവും. അങ്ങനെ പരിശോധന നടത്തി നമ്മുടെ രാജ്യത്തെ ഗോമാതാവിനെയെല്ലാം അറബി രാജ്യങ്ങൾക്ക് കൈമാറ്റം ചെയ്യാൻ പോകുന്നു. അതുകൂടാതെ മുട്ടയും ഹലാലായി കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുട്ട ഹലാലായി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹലാൽ സർട്ടിഫിക്കേഷൻ അതിനകത്തും വേണം. എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന കോഴിയാവണം, ആ കോഴിയെ മര്യാദയ്ക്ക് വളർത്തുന്നതാകണം, അതിന് വിഷമൊന്നും കുത്തിവെക്കുന്ന കോഴിയാകരുത്, നല്ല മുട്ടയായിരിക്കണം, പിന്നെ എന്ന് വേണ്ട എന്തെല്ലാമുണ്ടോ അതെല്ലാം സർട്ടിഫൈ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുക. അതിൻ്റെ ഗുണം എന്താണെന്നറിയോ? റെക്കോർഡ് നികുതി ഇളവാണ് ഈ കരാറിലൂടെ ഈ രാജ്യത്തിന് കിട്ടാൻ പോകുന്നത്. പണ്ട് ഒമാനിൽ കയറ്റി അയക്കുന്ന ഏതാണ്ട് സാധനങ്ങളിൽ 15% സാധനങ്ങൾക്ക് മാത്രമേ നികുതി ഇളവ് ഉണ്ടായിരുന്നുള്ളൂ. 15% മൊത്തം കയറ്റി അയക്കുന്ന സാധനങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഏതാണ്ട് 99% സാധനങ്ങൾക്കും ഈ കരാർ നിലവിൽ വരുന്നതോടുകൂടി ഇളവ് കിട്ടാൻ പോവുക. പിന്നെ അതുപോലെ തന്നെ തൊഴിലവസരങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നു. മരുന്ന് മേഖലയിൽ ജനറിക്കായിട്ടുള്ള മെഡിസിൻസ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടെ വിതരണം ചെയ്യാൻ അനുവാദം നൽകുന്നു എന്ന് മാത്രമല്ല, ഗൾഫ് മേഖലയിൽ ആകെയുള്ള ഒരു തന്ത്രപ്രധാനമായ സംഗതിയായി ഒമാൻ മാറുകയാണ്. ഒമാൻ ഒരു ചെറിയ രാജ്യമാണെന്ന് തോന്നിയിരുന്നെങ്കിലും ഞാനൊക്കെ അവിടെ പോകുമ്പോൾ 10 മണിക്കൊക്കെ അങ്ങ് അടയ്ക്കുമായിരുന്നു ടൗണൊക്കെ. പക്ഷേ ഇപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമിസിൻ്റെ അഥവാ ഈ ഹോർമിസ് കടലിടുക്കിൻ്റെയൊക്കെ ചാമ്പ്യനായി ഇപ്പോൾ നിൽക്കുകയല്ലേ ഇറാനുമായി ചേർന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ബന്ധം ഭാവിയിൽ ഗുണകരമാകും
എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഹലാൽ എന്തെങ്കിലും കൊടുത്തു പോയാൽ എല്ലാവരെയും കൊല്ലും എന്ന് പറയുന്നവർ ഇനിയിപ്പോൾ എന്തോ ചെയ്യും? അതൊരു വലിയ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഹലാലിനെതിരെയും ഗോമാതാവിനെ ഹലാലാക്കി ഒരു അറബ് രാജ്യത്തിലേക്ക് കൊടുക്കുന്നതിനെതിരെയും ശക്തമായ പോരാട്ടം നടത്തണമെന്നും, ഇനി അങ്ങനെ നടത്തുന്നില്ലെങ്കിൽ ഇത് ഹലാലാണോ എന്ന് പരിശോധിച്ച് കയറ്റിവിടുന്ന ആ സ്ഥാപനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പരിശോധനാ ജോലി നമ്മുടെ ശശികല ടീച്ചർക്ക് നൽകണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വിനീതമായി.